ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ LP-UPയുടെ ഒരു പുതിയ മോക്ക് ടെസ്റ്റുമായിട്ട് വന്നതാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് PSC നടത്തിയിട്ടുള്ള പല പരീക്ഷകളിലും നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ചോദ്യവും ഉത്തരവും പറഞ്ഞു പോകുന്ന രീതിയിൽ ഒരു 15 ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഓർമ്മ പരിശോധിക്കാനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഫുൾ അടിക്കണം, ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം. ഓക്കെ അല്ലേ? ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് നമുക്ക് നോക്കിക്കളയാം. ഒന്നാമത്തെ ചോദ്യം ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാര്? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, വാഗ്ബുടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? K. കേളപ്പൻ, P. കൃഷ്ണപിള്ള, KP കേശവമേനോൻ, പട്ടം താണുപിള്ള. മൂന്നാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ സ്റ്റീഫൻ വാൻഡർ ഹാഗർ, റോബർട്ട് ക്ലൈവ്, അഡ്മിറൽ വാൻ റീഡ്, കോൺവാലിസ്. ഓക്കെ, വാൻഡർ ഹാഗർ ഉണ്ട്, വാൻ റീഡ് ഉണ്ട്, റോബർട്ട് ക്ലൈവ് ഉണ്ട്, കോൺവാലിസ് പ്രഭു ഉണ്ട്. ഹോർത്തൂസ് മലബാറിക്സ് രചിച്ചതാരാണ് എന്നുള്ളതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? കഴ്സൺ പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്, വില്യം ബെൻഡിക് പ്രഭു, മെക്കാളെ പ്രഭു. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഈ വാക്കുകൾ ആരുടേതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? സാന്താൾ കലാപം, ചമ്പാരൻ, ബർദോളി പ്രക്ഷോഭം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക് എന്നിങ്ങനെയാണ് ചോദ്യം വന്നത്. അഞ്ചാമത്തെ ചോദ്യം ഈസി ആയിട്ടുള്ള ചോദ്യം. ആറാമത്തെ ചോദ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഹോം റൂൾ പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ, ഖിലാഫത്ത് പ്രസ്ഥാനം, ക്രിപ്സ് മിഷൻ. ഏഴാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ്? വാർധാ പദ്ധതി, ഉച്ചഭക്ഷണ പരിപാടി, സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ സമരം, ഖിലാഫത്ത് പ്രസ്ഥാനം, സിവിൽ നിയമലംഘനം. ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ, ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. പത്താമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, സൈമൺ കമ്മീഷനെതിരെയുള്ള സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. 11ാമത്തെ ചോദ്യം സൈന്ധവ നാഗരികതയിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏതാണ്? വെങ്കലം, ചെമ്പ്, വെള്ളി, ഇരുമ്പ്. എളുപ്പമുള്ള ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? വൈശാലി, കപിലവസ്തു, മോഹൻജദാരോ, കിളിമഞ്ചാരോ. 13ാമത്തെ ചോദ്യം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജദാരോവിൽ ഉത്ഖനനം നടത്തിയത് ആരാണ്? സർ ജോൺ മാർഷൽ, V. ഗോർഡൻ, ദയാറാം സാഹ്നി, R.D. ബാനർജി. 14ാമത്തെ ചോദ്യം ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കാൻ. പക്ഷേ ഇവിടെയും നമുക്ക് ഒരെണ്ണം എന്തായാലും അറിയാൻ സാധ്യതയുള്ള ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ കമ്മ്യൂണൽ അവാർഡ്, സ്വരാജ് പാർട്ടി, ആസാദ് ഹിന്ദ് ഫൗജ്, ബർദോളി കലാപം. എങ്ങനെ 14ാമത്തെ ചോദ്യത്തിൽ A പാർട്ടിൽ ഇങ്ങനെ തന്നിരിക്കുന്നത്, B പാർട്ടിൽ CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, റാംസെ മക്ഡൊണാൾഡ്, സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. 15ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ശ്രീരാമകൃഷ്ണാശ്രമം, സുഗുണവർദ്ധിനി സഭ, ചേരമാർ മഹാജനസഭ, ജാതിനാശിനി സഭ.
ബി പാർട്ടിൽ പാമ്പാടി ജോൺ ജോസഫ്, ആഗമാനന്ദൻ, ആനന്ദതീർത്ഥൻ, അയ്യത്താൻ ഗോപാലൻ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്കിതിൽ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എളുപ്പമുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടം താണുപിള്ളയാണ്. മൂന്നാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ് ആണ്. നാലാമത്തെ ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്, ലോർഡ് മെക്കാളെ. അഞ്ചാമത്തേത്, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരനാണ്. ആറാമത്തെ ചോദ്യം, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. ഏഴാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് വാർധാ പദ്ധതി. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. പത്താമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരം. നോക്കണം, ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ തന്നെ ഇതിന്റെ കാലഘട്ടം തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 11ാമത്തെ ചോദ്യം, സൈന്ധവ നാഗരികതയിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന അറിവില്ലാതിരുന്ന ലോഹം ഇരുമ്പാണ്. 12ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം? എളുപ്പമുള്ള ചോദ്യം, മോഹൻജദാരോ. 13ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജദാരോയിൽ ഉത്ഖനനം ചെയ്തതാരാണ്? RD ബാനർജിയാണ്. 14ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ആരാണ്? റാംസെ മക്ഡൊണാൾഡ് ആണ്. അപ്പോൾ 1C ആണ്. 1C ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. 1C ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി സ്വരാജ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്വരാജ് പാർട്ടി CR ദാസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2A ഉള്ളത് ഏതാണ് ഓപ്ഷൻ നോക്കുക. 2A ഉള്ളത് ഓപ്ഷൻ B ആണ്. ഇവിടെ B ആണ് ഉത്തരം. ആസാദ് ഹിന്ദ് ഫൗജ് ഏതാണ്? ആസാദ് ഹിന്ദ് ഫൗജ് ആരാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആസാദ് ഹിന്ദ് ഫൗജ് ആരാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ബർദോളി സത്യാഗ്രഹം ആരാണ്? തീർച്ചയായിട്ടും സർദാർ വല്ലഭായ് പട്ടേലാണിയാണ്. ബർദോളി കലാപം സർദാർ വല്ലഭായ് പട്ടേൽ. കിട്ടിയോ? അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ശ്രീ രാമകൃഷ്ണാശ്രമം, സുഗുണവർദ്ധിനി സഭ, ജാതിനാശിനി സഭ, ചേരമാർ മഹാജന സഭ. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ചേരമാർ മഹാജന സഭ പരിചയമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. പാമ്പാടി ജോൺ ജോസഫ് ആണ്. അപ്പം 3A വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കുക. 3A വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ B ആണ്. അപ്പം അത് തന്നെയാണ് അവിടുത്തെ ഉത്തരം അല്ലേ. 4C ആണ്. 4C ആനന്ദ തീർത്ഥൻ, ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ഇനി ശ്രീരാമകൃഷ്ണാശ്രമം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരാമകൃഷ്ണാശ്രമം ആഗമാനന്ദനാണ്. ശ്രീരാമകൃഷ്ണാശ്രമം ആഗമാനന്ദൻ. ഓക്കെ. ഇനി സുഗുണവർദ്ധിനി സഭ അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി സഭ അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 15 ചോദ്യം വളരെ കുറച്ച് സമയം കൊണ്ട് നോക്കി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ ബാച്ച് PG3 അക്കാദമിയിൽ ഈ വരുന്ന 22ാം തീയതി തിങ്കളാഴ്ച, ഇനി വരുന്ന ഏപ്രിൽ 22 തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ കോഴ്സിനകത്ത് ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും പഠിക്കുന്നുണ്ട്. മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും, റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും, ടോപ്പിക് വൈസ് ലൈവ് റിവിഷൻ എക്സാം ഉണ്ട്, തൊഴിൽ വാർത്ത നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ. മെൻറ്ററുടെ സപ്പോർട്ടോടു കൂടി ലൈവ് ക്ലാസ്സും പിന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ വഴിയുള്ള റെക്കോർഡ് ക്ലാസ്സുകളുടെ നോട്ട്സുമാണ് 1200 രൂപയുടെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ ടീച്ചറാക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും PG3 അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക്